ഞങ്ങളെല്ലാവരും കൂടെ തിരുവനന്തപുരത്ത് ഒരു കല്യാണം കൂടാൻ പോവുകയാണ്. അനുശ്രീയുടെ കസിൻ്റെ സിസ്റ്റർ ഇൻ ലോൻ്റെ കല്യാണമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. ബിസിയാ. ഞാനിങ്ങനെ സംസാരിച്ചു പെട്ടെന്ന് ശോഭ എനക്കൊന്നും തിരിയുന്നില്ല. ഞാൻ പറഞ്ഞത് ശോഭ ഇതല്ല സ്പെഷ്യൽ കല്ലുമുട്ടായി. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ ട്രിപ്പ് ചെയ്തതിന് ശേഷം ഫാമിലി എല്ലാവരും കൂടിയിട്ട് തിരുവനന്തപുരത്ത് ഒരു കല്യാണം കൂടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനിയിപ്പോൾ അവർ കൂട്ടാൻ വരുന്നുണ്ട്. ഞാൻ മറ്റേ വണ്ടി കയറിയിട്ട് നമ്മൾ റൂമിലേക്ക്. അപ്പൊ നമുക്കിവിടെ 3 റൂമാണുള്ളത്. ഒന്ന് ഇത്, ഒന്ന് ഇത്, പിന്നൊന്ന് അത്. അങ്ങനെ 3 റൂംസ് ഉണ്ട്. അതിൽ ഒരു റൂം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഹാള് വരുന്നത്. ഓക്കെ, ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ബാൽക്കണി അല്ല, ഡൈനിങ് ഏരിയ. ഇതാണ് ഡൈനിങ് ഏരിയ. അപ്പൊ ഇതാണ് ഒരു റൂം വന്നിട്ട്. ഇതാണ് ഒരു റൂം. ഇവിടെ നല്ല സൺറൈസ്. അപ്പാർട്ട്മെന്റ് എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ കാണാൻ? അടിപൊളി. പൂക്കളൊക്കെ നോക്ക്, സൂപ്പറല്ലേ. ഇവിടെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഒരുപാട്. 2 BHKയുടെ 3 റൂമുണ്ട്. എല്ലാം അടിപൊളിയാണ്. പിന്നെ ആദ്യമായിട്ട് ഇങ്ങനെ തിരുവനന്തപുരത്ത് ഒരു കല്യാണം കൂടാൻ ആദ്യമായിട്ടാണ്. പല യൂട്യൂബേഴ്സും പല വീഡിയോസിലും മറ്റേ ഈ എന്താ കല്യാണത്തിന് മറ്റേ പായസം ബോളിയോ അങ്ങനെ എന്തൊരു ബോളി പായസം, അത് ടേസ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അത് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. നാളെയാണ് കല്യാണം ശരിക്കും. ഇന്ന് റിസപ്ഷനാണ്. ഇന്ന് ട്രാവലറിൽ നമുക്ക് ഇന്ന് ഫുൾ ഡേ ഒരു ഇതിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോകണം. കുറേ സ്ഥലമുണ്ട്. എന്താ വർക്കലയല്ല, കോവളം ബീച്ച്, മ്യൂസിയം, പിന്നെ ലുലുമാള്. അമ്പലത്തിൽ നിന്ന് ഭയങ്കര തിരക്കായിരിക്കും. ശനിയാഴ്ചയല്ലേ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ തിരക്കുണ്ടാവുമ്പോൾ നോക്കട്ടെ. അപ്പോൾ അനുശ്രീ കല്യാണം അടിച്ചു വിളിക്കല്ലേ. ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ കാണാം. ഇനിയിപ്പോൾ നമ്മളൊന്ന് ഫ്രഷ് ആകട്ടെ. ഇന്നലെ ട്രെയിനിൽ നിന്ന് വന്നതാവുക. അപ്പോൾ അതിൻ്റെതായ ക്ഷീണം കാര്യമൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കുളിച്ച് ഒന്ന് ഫ്രഷ് ആകട്ടെ.
നമ്മളിപ്പോൾ എവിടുത്തെ കൺട്രി ലുലു മാളിലേക്ക്. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അറ്റ് ലുലു മാൾ ട്രിവാൻഡ്രം. അപ്പോൾ ഒരു ട്രാവലർ ഉണ്ട്, ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടി കറങ്ങാൻ ഒരു ട്രാവലർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ട്രാവലർ ഇവിടെ വെയിറ്റിംഗ് ആണ്. നേരത്തെ ഒരു 8-8:30 ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒന്ന് മാറ്റി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാ ഇപ്പോൾ ട്രാവലർ കയറി ലുലു മാൾ. ബാക്കി വിശേഷങ്ങൾ അറ്റ് ലുലു മാൾ. കേരളത്തിലെ ബിഗ്ഗസ്റ്റ് മാൾ. യെസ് ആണോ? അല്ല അല്ല, അത് എറണാകുളമല്ലേ? ആ എന്തായാലും ആട്ടെ, അത് കമൻറ്റ് ചെയ്താൽ ഇതെല്ലാം ഓക്കെ റെഡി. അടുത്ത സ്റ്റെപ്പിൽ വേറെ ലൊക്കേഷൻ. തിരക്ക് വളരെ കുറവാണ്, എന്താണെന്നറിയില്ല. തിരക്ക് ശനിയാഴ്ചയാണല്ലോ, ഈവനിങ് ആകുമ്പോഴേക്കും നല്ല അടിപൊളി തിരക്കായിരുന്നു. ഇപ്പോൾ ഓക്കെ. അതാണ് കുടുങ്ങി പോവാ. വരില്ല, മൊത്തം തരികിടയാണ്. ലുലുമാളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭക്ഷണം കഴിക്കേണ്ടിയിട്ട് ലുലുമാളിൽ മുന്നിൽ തന്നെയുള്ള ഒരു കേരള നാടൻ ഭക്ഷണശാലയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുക. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയാണ്. ചേട്ടൻ എന്തൊക്കെയാണ് അതിൽ? നവനുണ്ട്, കരിമീനുണ്ട്, അയിലയുണ്ട്, ചൂര ഫ്രൈ ഉണ്ട്, കടവ തോര ഉണ്ട്, കൊഞ്ച് ഫ്രൈ ഉണ്ട്, അയില കറിയുണ്ട്. വിളക്കുന്ന മീനാണ്. എന്നിട്ടപ്പോൾ ചപ്പ വരുന്നത്. അടിപൊളി വണ്ടിയല്ലേ, പഴയ മോഡൽ വണ്ടിയായിരുന്നു. എടാ അടുത്തത് സൂ. ഭയങ്കര വീലാണ്. ഭയങ്കര കേരളത്തിൽ ഒട്ടാകെ വീലാണ്. ഇതൊന്നും നല്ല വീലാണ്. ഈ സമയത്ത് നമുക്ക് വേറെ എവിടെയും പോകാനാവില്ല. അപ്പം അതുകൊണ്ട് സൂവിലേക്ക് പോകാൻ വെച്ചു. അടിയുമ്പോൾ കുറച്ച് തണലും ഉണ്ടാവും, കുറച്ച് മൃഗങ്ങളെയും കാണും. ഓക്കെ, അപ്പോൾ ബാക്കി ഇനി നയിക്കണം. സോ ലെറ്റ്സ് ഗോ ടു സൂ. അപ്പോൾ നമ്മൾ സൂവിലേക്ക് കയറുകയാണ്. 30 രൂപ ടിക്കറ്റ്. നമ്മുടെ കുഞ്ചാക്കോ ഭവൻ അഭിനയിച്ച ഗിർ എന്നുള്ളൊരു പടമുണ്ട്, അത് ഇവിടെ വെച്ചിട്ടാണ് എടുത്തത്. അറിയില്ല എന്തൊക്കെയാണ്, ഇതുവരെ വന്നിട്ടില്ല. മൈസൂർ സൂറൊക്കെ ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരം തന്നെ കറങ്ങുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ നോക്കാലോ. ബേക്കിൽ കണ്ടിട്ടില്ല 2-3 കുരങ്ങന്മാർ, സൂവിലേക്കുള്ള കുരങ്ങന്മാർ. This is the map of the zoo. ഇത് കുറേ ഉണ്ട്, ഞാൻ വരുന്നില്ല, ഞാൻ കയ്യത്. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം സൂവിൽ എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം സൂവിന് പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ മൃഗങ്ങളെയും തുറന്നിട്ട് തവണ അതില്ലേ, അവിടെ ഇല്ലേ കുരങ്ങനൊക്കെ ഒരു വെറും എന്താ പറയുക, ഇവിടെ അങ്ങനെ ഒരു ആർക്കും ഒരു സുവാന്ന് വെച്ചിട്ട് അങ്ങനെ ഇതൊന്നുമില്ല. അപ്പൊ ആ കുരങ്ങൻ ഇങ്ങോട്ട് വരൂലേ? അങ്ങനെ വരാനാവൂല അനുസരിച്ച്. അണ്ണാൻകുട്ടി
അതൊക്കെ ഇനി നമ്മള് പക്ഷികളുടെ സെക്ഷനിലേക്ക് പക്ഷികളാണ് വേണ്ടേ? എന്താ പോവാ സിംഹം അങ്ങനത്തെ സാധനമാണ്. പശീനെ കാണിക്കുന്നത്. പശീനെ നമ്മളെപ്പോഴും ആ പശീനെ നമ്മളെപ്പോഴും കാണുന്നു. വാ നീ വായ മൂടിയിരുന്നാലേ പോകും. ബട്ടർഫ്ലൈ ഗാർഡൻ. പക്ഷെ ഒരു ബട്ടർഫ്ലൈ ഇതുവരെ കണ്ടിട്ടില്ല. കുക്കു, ഹൗസ് ദ സൂ? അങ്ങനെ റൂം കഴിഞ്ഞില്ല. ക്ഷീണം പിടിച്ച് ഇനിയിപ്പോൾ നേരെ റൂമിലേക്ക് എന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് കല്യാണ പരിപാടിയിലേക്ക് വൈകുന്നേരം റിസപ്ഷൻ, നാളെ കല്യാണം എന്നുള്ള പരിപാടി. എടുത്തേക്കാ. അപ്പോൾ അങ്ങനെ എല്ലാവരും സെറ്റായി. ഇനിയിപ്പോൾ കല്യാണ പരിപാടിയിലേക്ക് പോവാണ്. അപ്പോൾ അത് ഇതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു എവിടെയാണ് അല്ല സ്ഥലമല്ല, ഒരു ഹാളിൽ വെച്ചിട്ടാ ഇന്നത്തെ പരിപാടി. ഇന്നും നാളത്തെ കല്യാണം ഒരു ഹാളിൽ വെച്ചിട്ടാ. അടിപൊളി മലബാർ സദ്യ കഴിച്ചു. മലബാർ നല്ല ബിരിയാണി ഒക്കെ നമ്മൾ കഴിച്ചില്ലേ? ഇങ്ങനെയായിരിക്കും തിരുവനന്തപുരം കല്യാണ സദ്യ അല്ലെങ്കിൽ കല്യാണ ഫുഡ്. ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ? അബി, ഫുഡ് എങ്ങനെയുണ്ട്? ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീഫ്. എങ്ങനെയുണ്ട് ശോഭ ഫുഡ്? ട്രിവാൻഡ്രം ഫുഡ് മോനുട്ടാ ഫുഡ് എങ്ങനെയുണ്ട്? ചാവി തരാം. ചക്രവർത്തി കുമാര சௌக்கியமே உன்னை எண்ணி பார்த்தேன் கவிதை புட்டது அதை எழுத நினைக்கிறேன் வார்த்தை விட்டது ஓஹோ നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. അപ്പോൾ അങ്ങനെ ഇന്നലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇന്നലെ റിസപ്ഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ കല്യാണം കൂടാൻ പോവുകയാണ്. ഇന്നലെ റിസപ്ഷൻ നടന്ന ഹാളിൽ വെച്ചിട്ടല്ല, അതൊരു ചെറിയ ഹാളായിരുന്നു. അപ്പോൾ ഇന്നലെ കുറച്ച് ആൾക്കാരുടെ പരിപാടിയാണ്, അധികമൊന്നുമില്ല. അപ്പോൾ ഇന്ന് പിന്നെ കല്യാണം ചെക്കൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ കുറേ ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ കല്യാണം വേറെ ഹാളിൽ വെച്ചിട്ട് അത് ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ. കറക്റ്റ് സ്പോട്ട് എവിടെയാണെന്ന് അറിയില്ല, പോയോക്കാം. വാ കമ്മ.
ആരാ ഇത്? കഹാനി എന്ന് വെച്ചാൽ അപ്പൊ നമ്മള് ഓഡിറ്റോറിയത്തിൽ എത്തി. ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ? ഈ വെള്ളം കുടിച്ചിക്കാ കുടിച്ചിക്കാ വാട്ടർമെലൺ ജ്യൂസ്. ഇവിടുന്ന് ലൈവായിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോയുടെ പ്രിൻറ്റും കിട്ടി. ഇതാണ് തിരുവനന്തപുരം സദ്യ. ഇതിൻ്റെ കൂടെ നാരങ്ങ തന്നിട്ടുണ്ട്, എന്തിനാണെന്നറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. എന്തല്ല ശോഭ ഐറ്റംസ്? കുറേ ഉണ്ടല്ലേ? ഒരുപാട് ഐറ്റം. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം കല്യാണം കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് നാട്ടിലേക്ക്. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പോ കല്യാണമോ എന്തെങ്കിലും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പാട്ടൊക്കെ